അസ്സലാമു അലൈക്കും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ നാട്ടുകാരനായ ഒരു മുസ്ലിയാരെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ വളരെ മനപ്രയാസത്തോടു കൂടി അദ്ദേഹം എന്നെ നോക്കി പാടിയ ഒരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്: നാലു സുന്നികൾ ഒന്നു ചേർന്ന നയനമോഹന കാഴ്ച കാണാൻ നേർച്ചകൾ ഒരുപാട് നേർന്ന് കാത്തിരിക്കുന്നു. എന്നാൽ നാൾക്കുനാൾ എന്നാശകൾ നിരാശയാകുന്നു. തൻ്റെ മനസ്സിൻ്റെ എല്ലാ നീറ്റലുകളും മനസ്സിൻ്റെ എല്ലാ വ്യഥകളും പാട്ടിന്റെ രൂപത്തിൽ ആവിഷ്കരിക്കാനുള്ള വളരെ സർഗസിദ്ധി ഉള്ള ഒരാളാണ് ഉസ്താദ്. അപ്പൊ സുന്നി ഐക്യം നീണ്ടുപോകുന്നതിലുള്ള പ്രയാസമാണ് ഈ പാട്ടിലെ ഈ വരികളിലൂടെ അദ്ദേഹം എൻ്റെ മുമ്പാകെ ആവിഷ്കരിച്ചത്. പക്ഷേ അദ്ദേഹത്തെ കണ്ട് ഏതാനും ദിവസങ്ങൾക്കകമാണ് 4 വിഭാഗം സുന്നികൾ ഒന്നിക്കുന്ന വളരെ സന്തോഷകരമായ, വളരെ പുളകം കൊള്ളിക്കുന്ന ഈ വാർത്ത വന്നിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വടക്കൻ കേരളത്തിലെ സുന്നികൾക്ക് ഈ തെക്ക് ഭാഗത്തുള്ള സുന്നികളുടെ അഖീദയെക്കുറിച്ചും അവരുടെ ഫിഖ്ഹിനെ കുറിച്ചും മൻഹജിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പരിഭവങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. അവർ മൊത്തത്തില് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള ഉലമാ സംഘടനയെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ പാടിയിരുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: തബ്ലീഗാം ചില താടിക്കാരും വഹാബികളൊരു മാതിരി പേരും ചേർന്നാണീ കളരിയെ നയിച്ചിടുന്നേ, ചേരാതെ തിരിഞ്ഞോടി പിരിഞ്ഞോ പൊന്നേ. അന്ന് അങ്ങനെയാണ് അവരുടെ പ്രയാസം പ്രകടിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോ ഇതാ ആ വടക്കൻ കേരള സുന്നത്ത് ജമാഅത്തിന്റെ ആ നേതൃത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ സുന്നികളും പണ്ഡിതന്മാരും നമ്രശിരസ്കരാകുന്നതിലൂടെ ഈ പറഞ്ഞ അവസ്ഥയെല്ലാം മാറി ഈ ബിദ്അത്തിന്റെയും നവീനതയുടേതുമായ വ്യതിചലനങ്ങളുടേതുമായ എല്ലാ അംശങ്ങളും വിഭാടനം ചെയ്യപ്പെട്ട് അഖീദയും അമലുകളും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. പണ്ട് ഐക്യത്തെക്കുറിച്ച് EMS നമ്പൂതിരിപ്പാട് നടത്തിയ ഒരു പരാമർശമുണ്ട്. ഏതാണ്ട് 1980കളുടെ തുടക്കത്തിലാണ്, നമ്മുടെ മറൈൻ ഡ്രൈവിൽ നടന്ന CPM-ന്റെ സമ്മേളനത്തിലാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് ഏകീകരണം ഉടനെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CPI-ക്കാര്, വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന കാലമാണ്. അന്ന് മറൈൻ ഡ്രൈവിൽ നടത്തിയ വളരെ സുപ്രധാനമായ ആ പ്രസംഗത്തിൽ സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു: സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തിലും രാജീവ് ഗാന്ധിയുടെ തെറ്റായ നയങ്ങൾക്കെതിരായ പ്രക്ഷോഭത്തിലും നമുക്ക്, അതായത് CPI-ക്കും CPM-നും ഒരുമിച്ചു നീങ്ങാം. എന്നാൽ ലയനം, ആ കച്ചവടം വേണ്ട എന്നാണ് അന്ന് സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ തെക്കൻ കേരളത്തിലെ ഉലമാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു ശാഠ്യങ്ങളും ഇല്ലാതെ പൂർണ്ണമായും ഐക്യത്തിന് പച്ചക്കൊടി പാറിച്ചതോടുകൂടി എല്ലാ ആശങ്കകളുടെയും കരിനിഴൽ അകന്നു. സുന്നി ഏകീകരണം സാധ്യമായിരിക്കുകയാണ്, യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഐക്യത്തെക്കുറിച്ച്, അതായത് സുന്നി ഐക്യത്തിന്റെ ഷർത്തുകളും ഫർളുകളും പറയുന്ന വളരെ മുഅ്തമദായ പ്രാമാണികമായ ഒരു കിതാബുണ്ട്. ആ കിതാബിലെ ഇബാറത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ആ കിതാബിലെ ഇബാറത്ത് ഇങ്ങനെയാണ്: കൈഫിയത്തുൽ ഇത്തിഹാദി വ മിഖ്ദാറുഹു വ ശക്ലുഹു തുഅയ്യനു ഹസ്ബ ഇഹ്തിയാജാത്തിൽ മുസ്തഫീദീൻ. കൈഫിയത്തുൽ ഇത്തിഹാദി, ഐക്യത്തിന്റെ രൂപമാകുന്നത്, വ മിഖ്ദാറുഹു, അതിന്റെ തോതും, വ ശക്ലുഹു, അതിന്റെ രൂപവും, തുഅയ്യനു, അത് നിർണയിക്കപ്പെടേണ്ടതാണ്. ഹസ്ബ ഇഹ്തിയാജാത്തിൽ മുസ്തഫീദീൻ, ഈ ഐക്യത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണോ,
അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. ഇത് തംസീലാത്തുൽ ഫന്നാനീന ഫി ഹഖ്ലി ദിയാന എന്ന കിതാബിൽ ഉള്ള ഇബാറത്താണ്. അപ്പൊ ഏതായാലും ഐക്യം സഫലമായിരിക്കുന്ന, സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പാട്ടും കൂടി അങ്ങ് പാടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം, ആശകൾ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം. അപ്പൊ 4 വിഭാഗം സുന്നികളും കൂടി ഒരുമിച്ചിരുന്ന് അവരുടെ സുന്നി സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ചുള്ള, എല്ലാ സുന്നികളും ഏകീകരിക്കപ്പെടുന്ന ആ ഘട്ടത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞ ഈ ഒരു സുവർണ ദശയെ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ട് ഇനി വല്ല ആശകളും ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ തേനും, ഈ വഹാബി മൗദൂദികളെ കുറിച്ച് ഓർക്കുമ്പോഴാണല്ലോ ഐത്തുങ്ങൾ ഹിദായത്തിലാവുന്നില്ല ഈ പാടൊക്കെ പെട്ടിട്ടും. അപ്പൊ ആ നിരാശയുടെ കണ്ണീരും ആത്മദാഹങ്ങളും ഒക്കെ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാട്ടോ. നമ്മുടെ ഈ തെക്കൻ കേരളത്തില് നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മസ്ജിദ് പോലെ സുന്നികളുടെ പള്ളികള് വഹാബികളിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള പള്ളികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി വടക്കുന്ന് ഇനി ആരും ഇങ്ങോട്ട് വരാതെ നമ്മളിൽ ലയിച്ചു കഴിഞ്ഞ ഈ തെക്ക് ഭാഗത്തുള്ള ഈ ആളുകളെ തന്നെ ഏൽപ്പിച്ചാല് ഐത്തുങ്ങൾ അവിടെ കൊണ്ട് അത് കഴിഞ്ഞോളും. അങ്ങനെ തുഖദു മിൻ വഹാബിഹിം വതുറദ്ദു ഇലാ സുന്നിയിഹിം, അവരിലെ വഹാബികളിൽ നിന്ന് പിടിച്ചെടുത്ത് അവരിലെ തന്നെ സുന്നികളിലേക്ക് അത് മടക്കി കൊടുക്കുന്നു. അതാത് പ്രദേശത്തെ സുന്നികൾ വേണം അത് നോക്കാൻ എന്നുള്ള ഒരു പ്രമാണം കൂടി ഇത് സംബന്ധമായിട്ട് നമ്മൾ പ്രായോഗിക രൂപത്തില് സ്വീകരിച്ചാൽ പൂർണ്ണമായും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കൃതമായി എന്ന് മാത്രമാണ് പറയാനുള്ളത്.